അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബെഞ്ച് ഓഫ് ടോപ്പിക്സ് ആയിട്ട് വന്നേക്കുമല്ലേ. അപ്പൊ ഫസ്റ്റ് അതെ ഫിലോസഫി. ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് റാഷണലിസം എംപിറിസിസം എന്താണ്? റാഷണലിസവും എംപിറിസിസവും. റാഷണലിസം പറഞ്ഞാൽ തോട്ടിൽ എക്സിസ്റ്റിന് കാര്യമാണ്. ലോജിക് എന്ന് പറയാം, അതിൽ വരുന്ന അപ്രോറി എന്ന് പറയാം, എക്സ്പീരിയൻസ് ഇല്ലാത്തത്. മാത്സ്, ഫിസിക്സ്, ലോജിക്ക്, ഫിലോസഫി എല്ലാം റാഷണലാണ്. അവിടെ എക്സ്പീരിയൻസ് ഇല്ല. എക്സ്പീരിയൻസ് വരുന്നതാണ് എംപിറിസിസം. റാഷണാലിറ്റി പറഞ്ഞ ആൾക്കാരാണ് ലൈബ്നിസ്, ഡെക്കാർട്ട്, സ്പിനോസ. അത് വെച്ച് ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. എംപിറിസിസത്തിൽ വരുന്നതാണ് ലോക്ക്, ഹ്യൂമ്, ബേർക്ക്ലി. അതായത് ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറയും. തബുലരാസമാണ് തമിഴ്, ഒരു അറബിക് വേർഡാണ്. മറ്റേ പറഞ്ഞാൽ ഇന്നേറ്റാണ്. ജനിക്കുമ്പോൾ തന്നെ കുറച്ച് ഇന്നേറ്റാണ് പറയണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സ്ലേറ്റ് ആണ്. അതിൽ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് വരുന്ന പറയുന്നത്. ഇന്നേറ്റായിട്ട് ഒന്നുമില്ല. എംപിറിക്കലാണ് സയൻസിൽ എംപിറിക്കലല്ലാതെ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. സെൻസ് ഓർഗൻസ് വെച്ചുള്ള സെൻസിങ് ആണ്. പക്ഷെ റാഷണലിസം അങ്ങനെയല്ല, തോട്ട് മാത്രമാണ്. ഇപ്പോൾ മാത്സ്, ലോജിക്ക്, ഫിലോസഫി ഇതെല്ലാം റാഷണലാണ്. എംപിറിക്കൽ പറഞ്ഞാൽ സയൻസാണ്. ഇവിടെ ഇപ്പോൾ രവിചന്ദ്രൻ്റെ ഗ്രൂപ്പിൽ റാഷണൽ പറയും. അത് റാഷണൽ അല്ല, സയൻസ് റാഷണൽ അല്ല. റാഷണൽ പറയുന്നത് ഫിലോസഫി, മാത്സ് ഒക്കെയാണ്. സയൻസ് എംപിറിക്കലാണ്. എവിഡൻസ് ഇല്ലാതെ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് രണ്ട് തോട്ടാണ്. ഈ രണ്ട് തോട്ടും കമ്പൈൻ ചെയ്താണ് ട്രാൻസ്ജെൻഡറൽ ഐഡിയലിസം പറഞ്ഞ കാൻഡ് കൊണ്ടുവന്നത്. റാഷണാലിറ്റി വേറെ, എംപിറിസിസം വേറെ. റാഷണാലിറ്റിയിൽ സെൻസ് റെസ്പോൺസ് ഇല്ല, സെൻസ് ഓർഗൻസ് ഇല്ല. പ്ലേറ്റോയിലെ മോർ റാഷണലായി, ഗ്രീക്ക് ഫിലോസഫി മോർ റാഷണലായി. കുറച്ചുകൂടെ ഒരു എക്സാമ്പിൾ വേസ് പറയാം. ഒരു നാച്ചുറൽ അല്ലെങ്കിൽ നാച്ചുറൽ തോട്ട് മാത്രം. തോട്ട് മാത്സ് അങ്ങനെയാണ്. നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ലേ, മാത്സിന് എക്സ്പെരിമെൻ്റ് ഇല്ല. പക്ഷേ എംപിറിസിസം പറഞ്ഞാൽ പ്യുവർലി എവിഡൻസ് ആണ്, എക്സ്പെരിമെൻ്റലാണ്. സയൻസ് അങ്ങനെയാണ്. ഫിലോസഫി ഇതെല്ലാം അപ്രോറി എന്ന് പറയും. എക്സ്പീരിയൻസ്, സെൻസ് ഓർഗൻസ് എക്സ്പീരിയൻസ് ഇല്ലാതെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രീക്ക് ഫിലോസഫി അങ്ങനെയാണ്, മെറ്റാഫിസിക്സ് എന്ന് പറയും. പക്ഷേ സയൻസ് ഇപ്പോൾ ലോജിക് പോസിറ്റിവിസ്റ്റ് 1920 ലോജിക് പോസിറ്റിവിസ്റ്റ് മൂവ്മെൻറ്റ് വന്നപ്പോൾ എല്ലാവരും എംപിറിക്കൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഈ സയൻറ്റിസ്റ്റുമാർ എത്തിസ്റ്റ് ആവാനുള്ള കാരണം അതാണ്. അവർ എവിഡൻസ്, ദൈവത്തെ കാണാൻ പറ്റില്ല, അപ്പോൾ അവർ ദൈവമില്ലെന്ന് പറയും. പക്ഷേ മാത്തമാറ്റിക്സ്മാർ അങ്ങനെയല്ല. അവരങ്ങനെ പറയില്ല. കാരണം അവർക്ക് ന്യൂട്ടൺ ഗോഡ് ബിലീവറായി, രാമാനുജൻ ഗോഡ് ബിലീവറായി. കാരണം അവർ ഇൻഡ്യൂഷൻ വെച്ചാണ് പോകുന്നത്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ലോജിക് അനാലിസിസ് ആണെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിൽ ക്രിയേറ്റീവ് സൈഡ് ഇൻഡ്യൂഷനാണ്. അതുകൊണ്ട് അവർ ഗോഡ് ബിലീവേഴ്സാണ്. ഈ സയൻറ്റിസ്റ്റുമാർ എത്തിസ്റ്റ് ആവാനുള്ള കാരണം അതാണ്. കാരണം അത് ദൈവത്തെ നമുക്ക് എംപിറിക്കലായിട്ട് കാണാൻ പറ്റില്ല. അവിടേക്കാണ്. പക്ഷേ അതാണ് ഞാൻ വേറെ ടേം പറഞ്ഞത്. ദൈവത്തെ കാണാൻ പറ്റില്ല. ലോജിക്കലി ആണെങ്കിൽ ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ഇപ്പോൾ ലേബിനിസ്റ്റ്, സ്പിനോസ, ഡെക്കാർട്ട് ഇവർ ഗോഡ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു ലോജിക്ക് വെച്ചാൽ. കോൺഷ്യസ്നെസ്സിനെ പറ്റി എന്താ പറയുക? കോൺഷ്യസ്നെസ് ഇപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യലിസ്റ്റ് വന്നോടെ, റോബോട്ട്സ് വന്നോടെ ഒരുപാട് കേൾക്കുന്നതാണ്. കോൺഷ്യസ്നെസ് ഉണ്ടെന്നാണ് ഡെന്നറ്റും ചേർച്ച്ലാൻഡിൽ പറഞ്ഞത്. ഇല്ലെന്നാണ് കാൽമേഴ്സ്, അങ്ങനെ കുറേ എക്സ്പെരിമെൻ്റലുണ്ട്. കോൺഷ്യസ്നെസ് പറഞ്ഞാൽ ഇപ്പോൾ റോബോട്ടിന് ഏഴ് കോൺഷ്യസ്നെസ് ഉണ്ട്. പക്ഷേ ശരിക്കും ഒരു കമ്പ്യൂട്ടറിന് കോൺഷ്യസ്നെസ് ഇല്ല. കാരണം അവിടെ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാം, ചിന്തിക്കുന്നില്ല, തോട്ട് പ്രോസസ് ഇല്ല. കോൺഷ്യസ്നെസ് ആണ്, അതാണ്. അത് പ്യുവർലി സബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവായ സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്, പോസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ്. ഈ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ പറ്റി എന്താ പറയുക? ഹ്യൂമൻ കോൺഷ്യസ്നെസ് പ്യുവർലി സബ്ജക്റ്റീവാണ്. നമ്മളുടെ ബയോളജിക്കൽ ഓർഗൻസ് കാരണം ഉണ്ടാക്കുന്നതാണ്. അതൊരിക്കലും ഒബ്ജക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് സയൻസ് ഒബ്ജക്റ്റീവാണ്. സയൻസ് വെച്ച് കോൺഷ്യസ്നെസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരുപാട് റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിനൊരു പ്രോപ്പർ ഫൈൻഡിങ്സ് വന്നിട്ടില്ല. ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത് പ്യുവർലി സബ്ജക്റ്റീവാണ്. പക്ഷേ സയൻസ് ഒബ്ജക്റ്റീവാണ്. അതുകൊണ്ട് സയൻസോട് എക്സ്പ്ലെയിൻ. അതിന് ഫിനോമിനോളജി പറഞ്ഞ ഇയാളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏതാ അല്ല വേറെ ഹൈഡ്മണ്ട് അസ്റ്ററൽ പറഞ്ഞ ആൾ ക്വാണ്ടം ഫിലോസഫിയിൽ പറയേണ്ട ഫിനോമിന. അത് സയന്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ ഡ്രീം ഒക്കെ പലരും പറയുന്നത് ഡ്രീം ഇല്ലേ, അത് ഈ കോൺഷ്യസ്നെസ്സിൽ കിടക്കുന്ന കാര്യം. ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ടൈമിലുള്ളത് റാഷണൽ മൈൻഡാണ്, കോൺഷ്യസ് മൈൻഡാണ്. രാത്രി ആകുമ്പോൾ ഡ്രീംസ് വരുന്നത്. ഡ്രീംസ് അൺകോൺഷ്യസ് ആണ്, ഇമാജിനേറ്റീവ് ആണ്, ക്രിയേറ്റീവ് ഭാഗമാണ്. അതുകൊണ്ട് ആ രണ്ട് സ്റ്റേജാണ് ഡ്രീമും. പിന്നെ സബ് കോൺഷ്യസ് ഉണ്ട്, കോൺഷ്യസ് ഉണ്ട്, പിന്നെ അൺകോൺഷ്യസ് ഉണ്ട്. ഈ ഇമാജിനറി അങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ട് നടക്കുന്ന അൺകോൺഷ്യസിലാണ്. ഡ്രീം അങ്ങനെയാണ്. ഡ്രീം ആ സമയത്ത് വരുന്നതാണ്. അത് കുറേ നമ്മൾ ഡേയിൽ നടക്കുന്ന പല എക്സ്പീരിയൻസ് ആണ് രാത്രി ഉറങ്ങുമ്പോൾ അത് ഡ്രീമായിട്ട് മാറുന്നത്. അത് പ്യുവർലി കോൺഷ്യസ് അല്ല, റാഷണൽ അല്ല.
റാഷണലൈ വരുന്നത് ഡേ ടൈമിലുള്ളതാണ്. ഈ ഐഡിയലിസം മെറ്റീരിയലിസം എന്താണ്? മെറ്റീരിയലിസം പറഞ്ഞാൽ ബോഡി എന്ന് പറയും, മാറ്ററാണ്. അപ്പോൾ ഐഡിയലിസം പറഞ്ഞാൽ മൈൻഡാണ്, അത് കുറച്ച് സ്പിരിച്വൽ മറ്റേക്കാണ്. ഈ മെറ്റീരിയലിസം വരുമ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടെ എല്ലാം കഴിഞ്ഞെന്ന് പറയണം. മാറ്ററാണ്, പ്യുവർലി മാറ്ററാണ്. ഫിസിക്സെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഈ മെറ്റീരിയലിസ്റ്റിക് സയൻസ് നന്നായിട്ട് ഗ്രോ ചെയ്ത് വന്നതാണ്. ഫിസിക്സ് ഗ്രോ ചെയ്ത് വന്നപ്പോൾ ആണ് ശങ്കരാചാര്യയുടെ ഐഡിയലിസം വന്ന്, സ്പിരിച്വാലിറ്റി വന്ന് മുന്നേ നശിപ്പിച്ച് കളഞ്ഞത്. ഐഡിയലിസം പ്യുവർലി സ്പിരിച്വൽ, അത് ഭൗതികവാദം, ആത്മീയവാദം പറയും. ഭൗതികവാദം അതാണ് കമ്മ്യൂണിസ്റ്റുകാരല്ല മെറ്റീരിയലിസ്റ്റുകളാണ്. അവർ ദൈവമില്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്, എത്തീസം കൊണ്ട്. കാരണം ആഫ്റ്റർ ഡെത്ത് ആളുടെ ആത്മാവ് അതൊന്നും അവർ ബിലീവ് ചെയ്യുന്നില്ല. ബുദ്ധിസത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ബുദ്ധിസം പറഞ്ഞാൽ അവർക്ക് റിലീജിയനായിട്ട് ഒരു ബന്ധവുമില്ല, പ്യുവർലി ഫിലോസഫിയാണ്. അവർ ഡേ ടു ഡേ ലൈഫാണ് പറയുന്നത്. അതായത് ബുദ്ധ എത്തീസ്റ്റും അല്ല, അഗ്നോസ്റ്റിക്കും അല്ല, ബിലീവറും അല്ല. കാരണം ഗോഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഇല്ല. മെറ്റാഫിസിക്കലായ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവർ പ്യുവർലി ഡേ ടു ഡേ ആക്ടിവിറ്റീസാണ് പറയുന്നത്. ബുദ്ധിസ്റ്റ് ഒരു റിലീജിയൻ അല്ല, ഫിലോസഫിയാണ്. പക്ഷെ അത് ബുദ്ധ വന്ന ശേഷം ഇപ്പോൾ പിന്നെ വന്ന ആൾക്കാർ അത് വളരെ റിലീജിയനാക്കി മാറ്റി. ഇപ്പൊ പലരും ബുദ്ധിസം എല്ലാ ഐഡിയോളജി, റിലീജിയസ് ഐഡിയോളജി എടുത്ത ഏറ്റവും പെർഫെക്റ്റ് ബുദ്ധിസമാണ്. പക്ഷെ ബുദ്ധിസത്തിൽ ഒരു കുഴപ്പമുണ്ട്. കാരണം ബുദ്ധിസം ഗീവ് ഇമ്പോർട്ടൻസ് ഓൺലി ടു പ്രസന്റ്. പാസ്റ്റും ഇല്ല, ഫ്യൂച്ചറും ഇല്ല. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് പ്രസന്റ് മാത്രമാണ്. പക്ഷേ ബാക്കി ഒരു റിലീജിയസ് ഐഡിയോളജിയും പെർഫെക്റ്റ് അല്ല. കമ്മ്യൂണിസ്റ്റ് ഒന്നും പെർഫെക്റ്റ് അല്ല. ഇപ്പോ ഈ അടുത്ത് നമ്മളിപ്പോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ്, വിഷ്ണുയുടെ അവതാരമാണ് ബുദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട്, അവതാരമാണ് ബുദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു. അല്ല, ബുദ്ധ ടോട്ടലി ഡിഫറെന്റ് ആണ്. ബുദ്ധ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ക്ഷത്രിയ ഫാമിലിയിൽ ജനിച്ചിട്ട് പുള്ളി ഒരു ഇൻസ്റ്റന്റിൽ സഫറിങ്സ് കണ്ടിട്ട് ഇറങ്ങിയ ഒരു ഫിലോസഫറാണ് പുള്ളി. അത് ദൈവമായിട്ട് വിഷ്ണു പറഞ്ഞ ദൈവമാണ്. ഇപ്പോൾ ബ്രഹ്മ, വിഷ്ണു, ശിവ പറഞ്ഞ ഒരു ട്രയോളജിയാണ്. പക്ഷേ ഇത് സിദ്ധാർത്ഥ ഗൗതമ പ്യൂർലി മനുഷ്യൻ തന്നെയാണ്. അത് മരിച്ചു പോയി അവസാനം. യൂട്ടിലിറ്റേറിയനിസം മലയാളികൾ വളരെ യൂട്ടിലിറ്റേറിയൻ എന്നാണ് പറയും. കാരണം ഗ്രേറ്റസ്റ്റ് നമ്പർ ഫോർ ഗ്രേറ്റസ്റ്റ് ഹാബിറ്റ്, അതായത് പെയിൻ നല്ലതും പെയിൻ നെഗറ്റീവും പ്ലസർ പോസിറ്റീവാണ്. അതിൽ രണ്ട് യൂട്ടിലിറ്റേറിയൻസ് ഉണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി യൂട്ടിലിറ്റി ഉള്ള മാത്രം ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടുത്തെ മലയാളീസ് ഭയങ്കര യൂട്ടിലിറ്റേറിയനാണ്. അതിൽ രണ്ടും ഉണ്ട്, ക്ലാസ് യൂട്ടിലിറ്റേഴ്സും ഉണ്ട്, റൂൾ യൂട്ടിലിറ്റേഴ്സും ഉണ്ട്, ആക്ട് യൂട്ടിലിറ്റേഴ്സും ഉണ്ട്. ആക്ട് യൂട്ടിലിറ്റേഴ്സ് പറഞ്ഞാൽ കുറേ പേര് തെറ്റായ ഒരു കാര്യം കുറേ പേര് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായി മാറും. റൂൾ യൂട്ടിലിറ്റേഴ്സ് പറഞ്ഞാൽ തെറ്റായ കാര്യം എത്ര പേര് ചെയ്താലും തെറ്റന്നെയാണ്. അതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ. ഇതാണ് രണ്ട് ബന്ധവും മില്ലാണ് കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മുടെ ഇപ്പോ ഈ പറയുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ ഇപ്പൊ നമ്മുടെ സൊസൈറ്റി ആയിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? അത് നമ്മുടെ മലയാളികളുടെ ബെസ്റ്റ് എക്സാമ്പിളാണ്. അവർ യൂട്ടിലിറ്ററിനെ കാര്യം മാത്രമേ അവർ ചെയ്യുള്ളൂ. അവർക്ക് അതുകൊണ്ടാണ് അവർ വളരെ മെറ്റീരിയലിസ്റ്റിക്കാണ്. ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഒരു കാര്യം തെറ്റായ ഒരു കാര്യം ഒരുപാട് പേര് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശരിയായി മാറുന്നു. അതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഇപ്പം നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ഒരു ക്രിറ്റിസിസം മൈൻഡ് ഉണ്ടല്ലോ. എക്സ്ട്രാമാരിറ്റൽ അഫെയർ ശരിക്കും തെറ്റാണ്. ഇല്ലാതെ ഒരുപാട് പേര് ചെയ്യുമ്പോൾ ഇപ്പൊ അത് മാറി വരികയാണ്. എക്സ്ട്രാമാരിറ്റൽ അഫെയർ തെറ്റല്ല. അത് തന്നെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആക്ടിവിറ്റി. ഈ പല മോഡേൺ തിങ്കിങ്ങും അങ്ങനെ മാറിയതാന്ന് തോന്നുന്നുണ്ടോ? പല മോഡേൺ ഇപ്പൊ നമ്മുടെ പഴയ കാലത്ത് വെച്ചിട്ട് ഇപ്പത്തെ കാലം കുറെ വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ തിങ്കിങ് പ്രോസസ്സ് മാറാനും അത് മാറണം. അതാണ് നീശ്ചയ പറഞ്ഞു. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ 2000 വർഷം മുമ്പ് കാര്യം ഇപ്പൊ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അത് കാലഘട്ടം അനുസരിച്ച് മാറണം. അവിടെ റിലീജിയൻ പ്രശ്നം, റിലീജിയനും ചേഞ്ച് ഉണ്ടാവില്ല. ഒരു ഡോഗ്മാറ്റിക്കായിട്ട് അവിടെ തന്നെ നിൽക്കും. സയൻസിലാണ് മാറ്റം വരുന്നത്. പക്ഷേ ഇപ്പോൾ കുഴപ്പമാണ്, സയൻസും റിലീജിയനായിട്ട് മാറുകയാണ്. കാരണം ഇവർ സയൻസ് ഫൈനൈറ്റാണ്. സയൻസ് സെൻസ് ഓർഗൻസ് വെച്ചാണ്. അതിന് ബിയോണ്ട് ട്രാൻസ്ജെൻഡർ ലെവലിൽ ദൈവം ഉണ്ടാവേണ്ട. ഞാൻ കോയിൻ ടേം അതാണ്. അവർ സയൻസ് റിലീജിയനായി മാറാണ്, കമ്മ്യൂണിസം റിലീജിയനായി. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ എത്തീസം കൂടി വരികയാണ്. ഈ ലിബർട്ടി അല്ലെങ്കിൽ ഫ്രീഡം, ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. ലിബർട്ടി, ഫ്രീഡം, ഇൻഡിവിജ്വൽ ഫ്രീഡവും ഉണ്ട്, സൊസൈറ്റിയിൽ ഫ്രീഡവും ഉണ്ട്. സൊസൈറ്റിയിൽ ഫ്രീഡമാണ് റൂൾസുകൾ പറഞ്ഞത്. ഇൻഡിവിജ്വൽ ഫ്രീഡമാണ് സാർട്ടർ പറഞ്ഞത്. സാർട്ടർ പറഞ്ഞ ഫ്രീഡം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. ഫ്രീഡം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ റെസ്പോൺസിബിളാണ്. ഫ്രീഡം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ റെസ്പോൺസിബിളാണ്. അങ്ങനെ എടുത്താൽ ഫ്രീഡം കുഴപ്പമില്ല. അതായത് യൂറോപ്പിലല്ല ഇൻഡിവിജ്വൽ ഫ്രീഡമാണ്, ഇവിടെ സൊസൈറ്റി ഫ്രീഡമാണ്. ഈ രണ്ടുകൂടെ മിക്സാണ് വേണ്ടത്.
ഡിയോണ്ടോളജിനെ പറ്റിയിട്ട് ഡിയോണ്ടോളജി പറഞ്ഞാൽ ഡ്യൂട്ടി ഓർ, അതായത് അവിടെ ഇന്റൻഷൻ ആണ് നോക്കുന്നത്, കോൺസിക്വൻസ് അല്ല. ഇതേപോലെയാണ് ഭഗവത്ഗീതയിൽ ഈ കൃഷ്ണൻ പറയുന്നുണ്ട്, മാർഗമല്ല നോക്കേണ്ട, ലക്ഷ്യമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിയോണ്ടോളജി. കാരണം മെത്തേഡ് നോക്കണം. എങ്ങനെയും റിസൾട്ട് ഉണ്ടാക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പോളിസിയോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് ഇവിടെ റിസൾട്ട് നല്ല കാണിച്ച് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാം, നെഗറ്റീവ് ചെയ്ത് ഉണ്ടാക്കാം. പക്ഷേ ആ മെത്തേഡ് നോക്കണം, ഇൻറ്റൻഷൻ നോക്കണം, മെത്തേഡ് നോക്കണം, റിസൾട്ട് നോക്കണം. ഇത് മൂന്നും നോക്കുന്നതാണ് ഡിയോണ്ടോളജി. അവിടെ ഇൻറ്റൻഷനാണ് നോക്കുന്നത്, കോൺസിക്വൻസ് കാണും. പക്ഷേ ഈ ഇപ്പം ഏതാണ് പറഞ്ഞത്, കൃഷ്ണൻ പക്ഷേ ഈ ഡിയോണ്ടോളജി ഇന്റൻഷൻ നോക്കിയിട്ടാണ് വരുന്നത്. ഭഗവത്ഗീത അല്ല, ശ്രീകൃഷ്ണൻ പറയുന്ന മെത്തേഡ് നോക്കുന്നില്ല, റിസൾട്ട് മാത്രം നോക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. ഡെമോക്രസി പറ്റി എന്താ പറയുക? ഡെമോക്രസി ഒരുപാട് പേര് പറയും. ഡെമോക്രസിയാണ് മെജോറിറ്റി ആൾക്കാരുടെ ആണ്. അപ്പോൾ അത് മെജോറിറ്റി ആൾക്കാരും ചിന്തിക്കാത്തവരാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ സോക്രട്ടീസിനെ വന്നപ്പോൾ പ്ലേറ്റ് പറഞ്ഞതാണ് ഡെമോക്രസി വർക്ക് ചെയ്യില്ല. കാരണം സോക്രട്ടീസ് ഒരു 98% പോപ്പുലേഷൻ മാസാണ്, സാധാരണക്കാരാണ്. അവർ ചിന്തിക്കില്ല. 2% ഇൻ്റലക്ച്വൽസ് ഉള്ളൂ, ക്ലാസ്സാണ്. ഞാൻ എപ്പോഴും പറയില്ല ഞാൻ മാസം ക്ലാസ് വേണ്ടി ചെയ്യുമെന്ന്. ഈ മാസ് ആൾക്കാരാണ് ഡെമോക്രസിയിൽ മെജോറിറ്റി തീരുമാനിക്കുന്നത്. അത് തെറ്റായി മാറിയേ ഉള്ളൂ. അതാണ് സോക്രട്ടീസിനെ കൊല്ലാനുള്ള കാരണം. അതാ പ്ലേറ്റ് പറഞ്ഞു ഡെമോക്രസി വർക്ക് ചെയ്യില്ല. പീസ് ഫോർ മെജോറിറ്റിയാണ്. മെജോറിറ്റി ഫൂൾസാണ്. ഈ ഹെഡോണിസത്തിനെ പറ്റി ഹെഡോണിസം ആണ് പ്യുവർലി പ്ലഷറാണ്. അത് ഇന്ത്യൻ ഇതിലുള്ള ചാർവാകിയാണ്, മറ്റേ യൂറോപ്പിലുള്ള എപ്പിക്യൂറസ് ആണ്. അതായത് ഇവർ പ്ലഷറിൻ്റെ പുറകെ മാത്രമാണ്. പക്ഷേ എപ്പിക്യൂറസ് പറഞ്ഞതെന്തറിയോ, നിങ്ങൾ പ്ലഷറിൻ്റെ പുറകെ മാത്രം പോയി കഴിഞ്ഞാൽ അവസാനം ദുഃഖം ഉണ്ടാവും. അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണ്. ചാർവാക പറഞ്ഞത് ഹെഡോണിസം. അങ്ങനെ ഈ സെക്സ്വാലിറ്റിയിൽ കൂടുന്ന അങ്ങനെയാണ്. ഈ ഹെഡോണിസം എന്താണ്? സെക്സ്വാലിറ്റി ചെയ്യുന്ന പ്ലഷറിന് വേണ്ടിയാണല്ലോ. ആ പ്ലഷർ അതൊരു ഹെഡോണിസിൻ്റെ എക്സ്ട്രീമാണ് സെക്സ്വാലിറ്റി. ഇപ്പോ ഈ പറയുന്ന ഹെഡോണിസത്തിന്റെ ഒരു എക്സാമ്പിൾ എന്താ? നമ്മുടെ സെക്സ്വാലിറ്റി തന്നെയാണ്. പല ആൾക്കാരെ ചെയ്യുന്ന പ്ലഷർ കിട്ടാൻ വേണ്ടിയാണ്. അത് അതിനോട് അഡിക്റ്റഡ് ആവും ചില ആൾക്കാർ. അത് ഹെഡോണിസത്തിന്റെ ഭയങ്കര ഹൈ റേറ്റ് ആണ്. അങ്ങനെ പോയ അവസാനം നശിക്കും. കാരണം വാല്യൂസ് പോകും. ഇപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രി എടുത്താൽ കുഴപ്പമാണ്. അവിടെ ഈ എസ്പെഷ്യലി ഹോളിവുഡിലുള്ള ഇത് കുറേ കഴിയുമ്പോൾ ഡിപ്രഷനിൽ വരും. ക്വാണ്ടം സൂപ്പർ പൊസിഷൻ പറഞ്ഞാൽ ക്യൂബിറ്റ് എന്ന് പറയും. അതായത് ഒരു സാധാരണ ഡിജിറ്റൽ ബിറ്റാണ് 0 അല്ലെങ്കിൽ 1. ഇത് അറ്റ് എ ടൈം 2-3 സ്റ്റേറ്റ് വരും. അതാണ് ക്യൂബിറ്റ്. പക്ഷെ അതൊരു ടെമ്പററി സ്റ്റേജാണ്, പെർമനന്റ് ഫേസ് അല്ല. അത് വെച്ചാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ലോജിക്. ഫോർമൽ ലോജിക് ആണ് പ്യൂർലി നമ്മളുടെ ഈ ഫിലോസഫിയിൽ പറയുന്നത് ലോജിക്കാണ്. മാത്തമാറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ ഇൻഫോർമൽ ലോജിക് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. നമ്മുടെ ഡേ ടു ഡേ ലോജിക്കാണ്. മറ്റേ സബ്ജക്റ്റ് ലോജിക്കാണ്. ഫോർമൽ ലോജിക്കാണ് സബ്ജക്റ്റ്, മാത്സ് അതൊക്കെയാണ്. ഇൻഫോർമൽ ലോജിക്കാണ് നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്നത്, ക്രിട്ടിക്കൽ തിങ്കിങ്. ഈ ബിയോണ്ട് ലോജിക് ആൻഡ് സയൻസ് എന്തായിരിക്കും ഉള്ളത്? ബിയോണ്ട് ലോജിക് ആൻഡ് സയൻസ് ഇപ്പോൾ എത്തിസ്റ്റിൽ പിന്നെ എസെൻസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ലോജിക്കും സയൻസ് വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഈ സയൻസിനും ലോജിക്കിനും ബിയോണ്ടാണ് ട്രാൻസ്ജെൻഡറിൽ പറയും. സെൻസിന് അപ്പുറത്തുള്ള കാര്യം. അതാണ് ഞാൻ കോയിൻ ചെയ്തിട്ടും ട്രാൻസ്ജെൻഡറിൽ ഇക്കണോസ്റ്റിസം, ഇല്ലെങ്കിൽ ഇൻഡ്യൂസൻ, ഇല്ലെങ്കിൽ മെറ്റാഫിസിക്സ്. ഇതെല്ലാം ഈ സയൻസിനും ലോജിക്കിനും ബിയോണ്ടാണ്. ഇവരെല്ലാം സയൻസും ലോജിക്ക് വെച്ചിട്ടാണ് ദൈവമെന്ന് പറയുന്നത്. ഈ ഇതിന് ബിയോണ്ടാണ് മെറ്റാഫിസിക്കലായ കാര്യങ്ങൾ. ഇപ്പോൾ 1920 ലോജിക് പോസിറ്റിവിസം വന്നപ്പോൾ അവർ ഈ മെറ്റാഫിസിക്സ് എലിമിനേറ്റ് ചെയ്തിട്ട് എംപിറിക്കൽ സയൻസിന് മാത്രം കൊടുത്തു. ഈ ബിയോണ്ട് സയൻസ് ആണ് മെറ്റാ സയൻസ്, ബിയോണ്ട് ഫിസിക്സ് ആണ് മെറ്റാഫിസിക്സ്. ഈ എംപിറിക്കൽ മാത്രം കൊടുത്ത കാര്യമില്ല, നമുക്ക് എല്ലാം കാണണമില്ല. നമ്മുടെ സെൻസിന് അപ്പുറത്താണ് ചില കാര്യങ്ങൾ. അപ്പോൾ അതാണ് ബിയോണ്ട് സയൻസ്. അത് ഇപ്പോഴത്തെ എത്തിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവർ ഈ സയൻസും ലോജിക്കും വെച്ചാണ് ദൈവമില്ലെന്ന് പറയുന്നത്. അന്ന് ബിയോണ്ട് ഉള്ളതാണ് ട്രാൻസ്ജെൻഡറൽ അല്ലെങ്കിൽ മെറ്റാഫിസിക്സ് അല്ലെങ്കിൽ ഇൻഡ്യൂസ് എന്നല്ല. അത് വളരെ ക്വാണ്ടിറ്റി ടോപ്പിക്കാണ്. അങ്ങനെ ട്രാൻസ്ജെൻഡറൽ അല്ലെങ്കിൽ ഇങ്ങനെ മെറ്റാഫിസിക്സിൽ മെറ്റാഫിസിക്സ് ആണ് പ്യൂർലി റാഷണലാണ്. അതിൽ എക്സ്പെരിമെൻ്റ് ഇല്ല. ബിയോണ്ട് ഫിസിക്സ് ആണ്, ബിയോണ്ട് സയൻസ്. നമ്മുടെ സെൻസ് ഓർഗൻസിനുള്ള അപ്പുറത്താണ്. ഈ സെൻസ് ഓർഗൻസ് വെച്ചാണ് സയൻസ് ചെയ്യണം. അപ്പോൾ അന്ന് ബിയോണ്ട് അങ്ങനത്തെ ലോകത്ത് ദൈവം ഉണ്ടാവാതിരിക്കാം. അതാണ് ഞാൻ കോയിൻ ചെയ്തിട്ടും ട്രാൻസ്ജെൻഡറൽ അഗ്നോസ്റ്റിസം. അത് എംപിറിക്കലല്ല. ഗ്രീക്ക് ഫിലോസഫി അങ്ങനെയാണ്. നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വെച്ചാണ് സയൻസ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ 5 സെൻസ് അതിന് ബിയോണ്ട് ഉണ്ടാവാം. ഇവർ സയൻസ് വെച്ചും മറ്റേ ലോജിക്ക് വെച്ചും പറയും ദൈവം എന്ന് പറയും. പക്ഷെ അത് ബിയോണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് ട്രാൻസ്ജെൻഡറൽ, മെറ്റാഫിസിക്സ്, ഇൻഡ്യൂസിന്. ഇതല്ല.
ഈ ലോജിക് അനാലിസിസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സംഭവം ഉണ്ടാവണം. അത് ഉണ്ടാവുന്നത് ഇൻഡ്യൂഷനും ഇമാജിനേഷനും ആണ്. ഇൻഡ്യൂസ് ഇമാജിനേഷൻ കഴിഞ്ഞിട്ടാണ് ലോജിക് അനാലിസിസ് വരുന്നത്. ഈ അഗ്നോസ്റ്റിക് അപ്രോച്ച് നല്ലതാണോ? ഇപ്പൊ എത്തിസം അല്ല, എത്തിസ്റ്റ് അല്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ അഗ്നോസ്റ്റിക് ആണ്. അഗ്നോസ്റ്റിക് അപ്രോച്ച് ആണോ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്? ഇൻഡിപെൻഡന്റ് ആയിട്ട് ബയസിംഗ് ഇല്ലാതെ അപ്രോച്ച് അഗ്നോസ്റ്റിക്സ് ആണ്. ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. മറ്റേ ഉണ്ടെന്ന് പറയുന്നത് ഇല്ലെന്ന് പറയുന്നത് ബയസ്ഡ് ആണ്. ഇപ്പോൾ കുറേ ഇപ്പോഴത്തെ യൂത്ത് എല്ലാം ദൈവമില്ലെന്ന് പ്രൂവ് ചെയ്തിട്ട് അവർക്ക് എന്ത് സുഖം കിട്ടുകയാണ്. അഗ്നോസ്റ്റിക്സ് ആണ് ശരിക്കും ബിലീഫ്. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. ഇവിടെ രവിചന്ദ്രൻ പറയുന്ന ഇതിനോട് എനിക്ക് യോജിപ്പില്ല. രവിചന്ദ്രൻ പറയുന്നത് ലോജിക്കും സയൻസും വെച്ച് ദൈവമില്ലെന്ന്. പക്ഷേ ഇതിന് ബിയോണ്ടുള്ള കാര്യം ഇവർക്ക് അറിയില്ല. അത് ഫിലോസഫി വായിച്ചാലേ മനസ്സിലാവുള്ളൂ, മെറ്റാഫിസിക്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് അതിനെക്കാട്ടും കുറച്ച് ജനുവൻ തോന്നി മൈത്രയാണ്. പക്ഷേ മൈത്രനാണെങ്കിലും മൈത്രനായിട്ട് ഒരു ഓപ്പൺ ഡിസ്കഷൻ നമുക്ക് പറ്റില്ല, കാരണം ഡിസ്കോഴ്സ് പറ്റില്ല. കാരണം പുള്ളിയുടെ പറയുന്ന വ്യൂണോ ഓപ്പോസിറ്റ് വ്യൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒന്നെങ്കിൽ നമ്മൾ അടിച്ചമർത്തും, പേഴ്സണൽ അറ്റാക്ക് നടത്തും. അതാണ് ആഡ് ഓംനി എന്ന് പറയും ഫിലോസഫിയില്ല. ഇല്ലെങ്കിൽ പുള്ളി ഇറങ്ങിപ്പോവും. ഒരു ഡിസ്കോഴ്സിൽ പറ്റിയ ആളല്ല, അത് ഓപ്പൺ മൈൻഡഡ് അല്ല. അതാണ് ഇവർ രണ്ടുപേരും കുഴപ്പം. ഈ രവിചന്ദ്രൻ്റെ റാഷണൽ പേര് ഉപയോഗിക്കുന്ന ആൾ തെറ്റാണ്. അത് റാഷണലാണ്, മാത്സ് ആണ്. മാത്സ് ലോജിക് ഫിലോസഫിയാണ്, സയൻസ് അല്ല. പിന്നെ ഇവർ ഇത് വെച്ച് മാത്രം ഒരു സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, എത്തീസം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എത്തീസം ശരിയായ തിങ്കിങ് അല്ല, എത്തീസും ശരിയല്ല, തെയ്യീസവും ശരിയല്ല, തെയ്യീസാണ് ബിലീഫും ശരിയല്ല. അഗ്നോസ്റ്റിക്സും ആണ് ശരിക്കുള്ളൂ. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല.